ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ തന്നെ വ്ലോഗ്സ്. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് നാളത്തെ ആഗ്രഹം, സ്വപ്നം എല്ലാം ആയിരുന്നു. അപ്പോൾ അത് ഇന്ന് നടക്കാൻ പോവുകയാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ വീടിൻ്റെ കല്ലിടലാണ്. അപ്പം അപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. ഇപ്പം എത്ര മണിയായിരുന്നേ? 5 മണി. അപ്പോൾ 5 മണിയെ നമ്മൾ ഇവിടെ നിന്ന് നായിരമ്പലം പോകണം. അവിടെയാണ് നമ്മുടെ വീട്. നമ്മുടെ വീട്ടിൽ നിന്ന് അമ്മൂമ്മ അപ്പൂപ്പൻ അമ്പലത്തിൽ പോകണം. പിന്നെ അമ്മൂമ്മ അപ്പൂപ്പനൊക്കെ വരും. അപ്പോൾ അവരെ കൂട്ടിയിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ബാക്കി വിശേഷമൊക്കെ പോകണ വഴി കാണിക്കാം. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. ഇതാണപ്പം നായിരമ്പലം. അമ്മ നടന്നു പോകുന്നുണ്ട്. അപ്പം ഇതാണ് ഞാൻ പഠിച്ച സ്കൂള്, ഭഗവതി വിലാസം ഹയർ സെക്കൻഡറി സ്കൂള്. പിന്നെ ഈ ഒരു ഗ്രൗണ്ടിലൊക്കെയാണ് ഞാൻ സ്പോർട്സിനൊക്കെ ഓടി നടന്നിട്ടുള്ളത്. പിന്നെ എനിക്ക് ഈ അമ്പലം എന്ന് പറയും, ഈ നായിരമ്പലം എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ നമ്മുടെ കൊടുങ്ങല്ലൂരമ്മയുടെ പ്രതിരൂപമായ ശ്രീഭദ്രകാളിയാണ് ഇവിടെ കൊടികൊള്ളുന്നു എന്നാണ് പറയുന്നത്. ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ ഈ ഒരു അമ്പലത്തിലാണ് വരുന്നതും. എന്ത് പ്രശ്നം ഉണ്ടായാലും പെട്ടെന്ന് എൻ്റെ നായിരമ്പലം തമ്മ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ അമ്മയുടെ വീട്ടിൽ വന്ന് അപ്പൂപ്പൻ, അമ്മുമ്മ, മാമൻ, ഇതാണ്ട നമ്മുടെ റോഡ്. പിന്നെ അമ്മ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് അപ്പം നമ്മളിത് ഇറങ്ങണേട്ടപ്പോൾ. പിന്നെ നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് പെരുമ്പാവൂരാണ്. പെരുമ്പാവൂർ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ബംഗാളികളെ ഓർമ്മ. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ് പെരുമ്പാവൂർ, ഓരോ ന്യൂസും കാര്യങ്ങളൊക്കെ കേട്ടിരുന്നതുകൊണ്ട്. പിന്നെ നമുക്കവിടെ സ്ഥലം കിട്ടി, നമ്മുടെ സ്വപ്നമാണല്ലോ അത്. അപ്പോൾ പിന്നെ പേടിച്ച് നിന്നിട്ടൊന്നും കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മളിതിപ്പോൾ കല്ലിടാനായിട്ട് ചടങ്ങിലേക്ക് പോകാൻ പോവുകയാണ്. അമ്മയുണ്ട് അപ്പോൾ കല്ലിടുന്നത്. ഒരുപാട് നാളത്തെ സ്വപ്നം എന്ന് പറയാൻ പറ്റില്ല, ഒരുപാട് വർഷത്തെ സ്വപ്നമാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് ഇപ്പം കൂടെ ഉള്ളവർ പോലും ഒരു വട്ടമെങ്കിലും തള്ളിപ്പറഞ്ഞൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. വീട് പോലും ഇല്ലാതെ ആ ഒരു അവസ്ഥ കൂടെയുള്ളവൻ അറിയില്ലല്ലോ കൂടെയില്ലാത്തവൻ്റെ അവസ്ഥ. അപ്പം നമ്മുടെ സ്വപ്നത്തിൻ്റെ ആദ്യത്തെ പടി നമ്മൾ ചവിട്ടിയിരിക്കുകയാണ്. വലിയ കൊട്ടാരം പോലത്തെ വീടൊന്നും വേണ്ടെങ്കിലും ഒരു കുഞ്ഞു വീടായാലും മതി. കാരണം റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങിക്കാൻ പാടില്ലല്ലോ. കല്ലിട്ടപ്പോൾ നമ്മൾ പഞ്ചലോഹത്തിൻ്റെ ഓമാണ് വെച്ചത്. പഞ്ചലോഹം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, സ്വർണം, വെള്ളി, ചെമ്പ്, പിച്ചള, അലൂമിനിയം എന്നിവയോട് കൂടിയ ഒരു ലോഹമാണ്. ഇതാകുമ്പോഴത്തേനും നമുക്ക് ഐശ്വര്യം കൊണ്ടുവരും എന്നൊക്കെയാണ് പറയണത്. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി കല്ലിടൽ ചടങ്ങൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ സൈഡിലായിട്ട് 18 പട്ട തൈ വെച്ചു. അത് നമ്മുടെ അപ്പൂപ്പനാണ് വെച്ചത്. മറ്റേ പാട്ടുകളിൽ 18 പട്ട തൈ വെച്ചു. അപ്പോൾ ആ ഒരു സംഭവം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തെങ്ങ് ഉണ്ടാവുന്ന സമയത്ത്, തെങ്ങിൽ 18 ഓലകൾ ഉണ്ടാകുന്ന സമയത്ത് കൊലക്കണ തൈയാണെന്നൊക്കെയാണ് പറയണത്. ഇതിൻ്റെ കരിക്കിന് നല്ല ടേസ്റ്റാണെന്നൊക്കെയാണ് പറയണത്. ഇതാണ് അപ്പു നല്ല സുന്ദരനായിരുന്നു. ഇപ്പോൾ വയ്യ. പിന്നെ നമ്മളിതേ ചായ കുടിച്ച് പൊറോട്ടയും ചിക്കൻ കറിയായിട്ട് കഴിച്ചത്. ഗൈസ്, അപ്പം നമ്മൾ ചായയൊക്കെ കുടിച്ചതേ പോണേന്ന്. അങ്ങനെ നമ്മൾ അമ്മൂമ്മയുടെ വീടെത്തി. അപ്പു ഇറങ്ങണം, അമ്മ ഇറങ്ങണം, മാമൻ ഇറങ്ങണം, അമ്മൂമ്മ ഇറങ്ങണം, ഞാൻ ഇറങ്ങുന്നു. പിന്നെ നമ്മൾ രാവിലെ ഗണപതി ഹോമം നടത്തിയായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രസാദം കിട്ടി. അട, ഉണ്ണിയപ്പം, അവൽ വിളയിച്ചത്, അങ്ങനെയൊക്കെ. അപ്പോൾ അത് ഞാൻ കഴിച്ചായിരുന്നു. നമ്മൾ ഗണപതി ഹോമം നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറി കിട്ടാനായിട്ടാണ് ആ പൂജ നടത്തുന്നത്. അപ്പോൾ ഞാനത് കഴിച്ച് അങ്ങനെ വീട്ടിൽ പോണ വഴിക്ക് മിലിക്ക് പെഡിഗിരി വാങ്ങാൻ കയറി. അങ്ങനെ പെഡിഗിരിയൊക്കെ വാങ്ങിച്ച് വീട്ടിൽ ചെന്നപ്പോൾ മിലിക്ക് ഭയങ്കര സങ്കടം. പിന്നെ മൊക്കത്തിരുത്തി കുറച്ച് കൊഞ്ചിച്ചപ്പോഴത്തേനും അവളുടെ സങ്കടമൊക്കെ മാറി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. താങ്ക് യു.